Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി, സ്മോൾ ക്യാപ്പ്, ബാങ്ക് നിഫ്റ്റി എല്ലാം ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്ത്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇന്നലെ നമ്മൾ FIS ബൈയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇന്നും മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നുള്ളത്. FIന്റെ ഡാറ്റ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അറിയാം ബൈയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ എന്നുള്ളത്. കുഴപ്പമില്ല, ചില സമയങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാറുണ്ട്. എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഫോളൊന്നും മാറ്റില്ല. 25,000 മുകളിൽ തന്നെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി സെൽ ഓഫ് വന്നത് സ്മോൾ ക്യാപ്പിലാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ റേഞ്ചുകളൊക്കെ ഓൾറെഡി നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. കൂടാതെ നമ്മൾ ഇപ്പോൾ ഒരു റെഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നുണ്ട്. ഈ റേഞ്ച് ഒരുപാട് നാൾ റെസിസ്റ്റൻസ് മേലോട്ട് പോകാൻ പറ്റാണ്ട് നല്ലൊരു ഫോൾ വന്നു. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് റിക്കവർ ആയി. ഈ റേഞ്ചിൽ നിന്ന് നമ്മൾ വരഞ്ഞ സപ്പോർട്ടിൽ നിന്ന് റിക്കവറായി മേലോട്ട് വന്നു. പിന്നെ താഴത്തോട്ട് പോയി ഈ റേഞ്ച് നല്ല ബ്രേക്ക് ഔട്ട് നടന്നു, താഴത്തോട്ട് വന്നു. വീണ്ടും ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ റേഞ്ചിൽ തന്നെയാണ് ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നത് അല്ലേ. ഇന്നലത്തെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും. കാരണം മേലെ നിന്ന് കണ്ടോ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ചില ദിവസങ്ങളിൽ ഇങ്ങനെ റെഡ് ക്യാനിലൊക്കെ വരും. കാരണം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാനിലായിട്ട് തന്നെ മേലോട്ട് പോകില്ലല്ലോ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഒരു 25,250 മുകളിലൊക്കെ നോക്കി റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന റെസിസ്റ്റൻസ് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനാണ്. അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഒരു അപ് ട്രെൻഡ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ നിഫ്റ്റിയിൽ. കാരണം ഒരുപാട് നാളത്തെ ഒരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടിലുള്ള ആ ഒരു മൂവ്മെൻറ്റും വളരെ വലുതായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിന് ചാർട്ടിലോട്ട് പോകാം. സ്മോൾ ക്യാപ്പ് എന്നൊരു 92 പോയിൻറ്റിൻ്റെ ഒരു ഫോളോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ എല്ലാ റേഞ്ചുകളും നിഫ്റ്റിയിൽ പോലെ ഇതിലും വരഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കിതിലേക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞതാണ് ഈ റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആക്കണ്ട. കഴിഞ്ഞ ഈ ഇവിടുന്ന് ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് ആ റേഞ്ചിന് അടുത്തായിട്ട് തന്നെയാണ് ഒരു സെല്ലിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. നാളെ ഈ ഒരാഴ്ച ബ്രേക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് സ്മോൾ ക്യാപ്പിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു റേഞ്ചാണ്, 18,500 ആ റേഞ്ച്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് വരഞ്ഞിടുക. അപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് സ്മോൾ ക്യാപ്പൊക്കെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോക്ക് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പോവാം. കാരണം നമ്മളൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാരണം നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ വീക്ക് ആകുമ്പോൾ നമ്മുടെ എൻട്രികളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഈ പേപ്പർ ട്രേഡിങ് ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. JK ടയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എൻട്രികളും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ചാർട്ടിലെല്ലാം ക്ലീനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. ഇതിൻ്റെ ഒരുപാട് നാളത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. കാരണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 മെയ്യിൽ ഈ റേഞ്ചിൽ നിന്ന് ഏകദേശം 2025 ഒക്ടോബർ, അപ്പോൾ അധികം ദിവസമായിട്ടില്ല, എന്നാലും കുറച്ച് ഫ്യൂ മന്ത്സ് കൺസോൾട്ടേഷനാണ്. അതിന് ശേഷം വരുന്നൊരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും ഈ റേഞ്ചിൻ്റെ മുകളിൽ. അതായത് ഒരു 395 എബോ ഒക്കെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കൂടി വരുന്നുണ്ട് ആ ഒരു സ്റ്റോക്കിൽ. മനസ്സിലായി? അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും വരുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ, ഒരു ബ്രേക്ക് ഔട്ട്, നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. പറയുന്ന ഒരു കമൻറ്റ് ചെയ്ത് ഏത് പാറ്റേൺ ആണെന്നുള്ളത്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് കൂടി നടന്നു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടും അതുപോലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു 395 എബോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ നോക്കാം. ഇതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പേപ്പർ ട്രേഡ് പഠിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. കാരണം ഒരുപാട് സ്റ്റോക്കുകളൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് അധികം സ്റ്റോക്കുകൾ കിട്ടില്ല. പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു വോളിയം ഇന്നത്തെ ദിവസമാണ് നല്ലൊരു വോളിയം കയറി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിൻ്റെ വീക്ക്നെസ് കാരണം കൊണ്ട് പിന്നെ രണ്ടാമത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ടും ആ ഒരു സെൽ ഓഫ് വന്നു. പക്ഷേ കണ്ടിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് സ്റ്റോക്ക്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 395 എബോ ഒക്കെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. അതുപോലെ
നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളിങ്ങനെ പറയുന്ന സ്റ്റോക്കുകളൊക്കെ ഇതിൻ്റെ എൻട്രി ട്രിഗർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത്. എൻട്രി ട്രിഗർ ആയി കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ എൻട്രി എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇട്ട് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് എന്താ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നമ്മുടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ഡീറ്റെയിലും അതിൽ പറയുന്നതാണ്. ഓക്കെ, അതുപോലെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്